ഹേ ഗൈസ്, ഗുഡ് ഈവനിങ്. യെല്ലോ മേക്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബോഡി പാക്കാണ്. വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന നല്ല അടിപൊളി റിസൾട്ടുള്ള ഒരു ബോഡി പാക്കിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി വാഷിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ കോഫി പൗഡറാണ്. ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നുമില്ല, ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ എല്ലാവർക്കും അറിയാമല്ലോ, ടാൻ റിമൂവ് ആവാനും ബ്രൈറ്റനിങ് ലഭിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റിലേക്ക് പോകാം. രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അളവുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. കടലമാവ് സ്കിൻ സ്മൂത്തൻ ആവാൻ വേണ്ടിയിട്ടും ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി ഒരു പുട്ടുപൊടിയുടെയൊക്കെ ഒരു പാകത്തിനുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അരിപ്പൊടിയും നമുക്കറിയാം നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് തരിതരിയായിട്ടുള്ള അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ കാലങ്ങളായിട്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്തൂരി മഞ്ഞൾപ്പൊടി. എല്ലാവർക്കും അറിയുന്നതാണ്, ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് തൈരാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈരും ബാക്കി മിക്സാക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് യൂസ് ആക്കുന്നത്. ഇനി കംപ്ലീറ്റ് തൈരിൽ തന്നെ മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് തൈരിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഞാൻ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കട്ടയൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല, ഒഴുകിപ്പോവും. മിക്സിങ്ങിൻ്റെ ഡ്യൂട്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു ഇത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തത് കണ്ട് കരഞ്ഞ് വിളിച്ചിരിപ്പായിരുന്നു. അപ്പോൾ അവർ ആശ്വാസത്തിന് വേണ്ടി അവർക്ക് മിക്സ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അലൻസായി പാക്ക് മിക്സർ നമ്പർ 1. മിക്സർ നമ്പർ 2, ഇയാൾ കുറച്ച് എക്സ്പേർട്ടാണ്, അയാൻസായി. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ബോഡി പാക്ക് ഇനി നേരെ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. അതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയുക. അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ കഴിയുന്നതാണ്. സോ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പോ ബോഡി വാഷോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റായി ഇരിക്കാനും നല്ല ബ്രൈറ്റൻ വെക്കാനും വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരൊറ്റ ബോഡി പാക്കിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീക്കിലി വൺസ് എങ്കിലും ഈ ഒരു ബോഡി പാക്ക് യൂസ് ചെയ്തിട്ട് കുളിക്കുക. ഇതിനകത്ത് അരിപ്പൊടിയും തൈരും ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് നമുക്കൊരു ബോട്ടിൽ സൂക്ഷിച്ച് 1 മന്ത് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ബോഡി പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അപ്പം തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ അരിപ്പൊടിയും തൈരും മാറ്റി വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഓൾറെഡി മിക്സ് ചെയ്ത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. സോ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.